നോക്കൂ, കർമ്മത്തിന് നിങ്ങളെ മരണശേഷവും കുരുക്കിലാക്കാൻ കഴിയും. നിങ്ങളുടെ എല്ലാ ആസക്തികളിലും മദ്യം, ലഹരി, ലൈംഗികത, പുകയില പോലുള്ള മറ്റ് ഉത്തേജകങ്ങൾ, അങ്ങനെ പലതിലും വെച്ച് ഈ ഭൗതിക ശരീരം വിട്ടുപോയതിന് ശേഷവും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് മിക്കവർക്കും നിർബന്ധ പ്രേരണയുള്ളത്. മദ്യത്തെക്കാളും ലഹരിയേക്കാളും ലൈംഗികതയെക്കാളും ഭക്ഷണം അവരെ നിയന്ത്രിച്ചിരുന്നു. അതുകൊണ്ടാണ് ആത്മീയ മാർഗമെന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് തോന്നുമ്പോഴെല്ലാം ഭക്ഷണം കഴിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷണം തരുമ്പോൾ മാത്രം കഴിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ആദ്യമായി ശ്രദ്ധിച്ചപ്പോൾ അത് എനിക്ക് വിശ്വസിക്കാനായില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആളുകളെ കുറ്റകൃത്യങ്ങളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും നയിക്കുന്ന പല പ്രേരണകളെക്കാളും ഭക്ഷണത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണെന്ന്. ഭക്ഷണത്തിൻ്റെ സ്വാധീനം ഇവയേക്കാളെല്ലാം വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിന് ശേഷവും നിങ്ങളുടെ ചുറ്റും കർമ്മത്തിൻ്റെ ഒരു നേർത്ത പാളി ഉണ്ടാകണമെങ്കിൽ ഭക്ഷണമെന്ന ഒരു കാര്യം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.